ഓക്കെ. പിന്നെ വേറൊരെണ്ണം കേരള കൗമുദി ചൂണ്ടിക്കാട്ടി സർക്കാർ ഇടപെട്ടു. കേരള കൗമുദിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പദവിക്കുള്ള പിടിവലി തീർന്നു, ലോകബാങ്ക് പദ്ധതി കരാറുടൻ. അപ്പം കർഷക രക്ഷയ്ക്കുള്ള കേര പദ്ധതിയിലെ ഉന്നത പദവിക്കായുള്ള വകുപ്പുകളുടെ തമ്മിലടി തീർത്തും തസ്തികകളിൽ സർക്കാർ തീരുമാനമായി. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്കും ഈ കേര പദ്ധതിയുടെ അത് കർഷകർക്ക് കൂടുതൽ ഗുണം കിട്ടും. അവർക്ക് ഒരുപാട് അവസരങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു. അപ്പോൾ അതിന് പ്രധാനമായിട്ടും തടസ്സം നിന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തമ്മിലടി തീർത്ത് തസ്തികകളിൽ സർക്കാർ തീരുമാനമായി. അപ്പം 1655.85 കോടി ലോകബാങ്ക് വായ്പയ്ക്കടക്കമുള്ള 2365.5 കോടി പദ്ധതിയിലെ 5 കോടിയുടെ പദ്ധതിയിലെ തമ്മിലടികൾ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തതോടെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഇടപെട്ട് 3 IASകാരെയും 5 KSകാരെയും പദ്ധതി നടത്തിപ്പിന് ചുമതലപ്പെടുത്തി. അപ്പോൾ അത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ആ തർക്കങ്ങൾക്കൊരു തീരുമാനമായത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോക് ഇന്നലെ ഉത്തരവിറക്കിയതോടെ പദ്ധതി നിർവഹണ വിഭാഗം നിലവിൽ വന്നു. ഡെപ്യൂട്ടേഷനിൽ ഇവരെ നിയമിക്കാൻ ഫയൽ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ പ്രോജക്റ്റ് മാനേജർ ഉത്തരവായതോടെ ലോകബാങ്കുമായി ഉടൻ കരാറിൽ ഒപ്പിടും. അപ്പം പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഉത്തരവായതോടെ ലോകബാങ്കുമായിട്ട് ഉടൻ കരാർ ഒപ്പിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 5 ലക്ഷം കർഷകർക്ക് നേരിട്ടും 10 ലക്ഷം പേർക്ക് പരോക്ഷമായും ഗുണം ലഭിക്കുന്ന പദ്ധതിയിലായിരുന്നു കസേരത്തർക്ക്. അപ്പോൾ 5 ലക്ഷം കർഷകർക്ക് നേരിട്ട് ഈ പദ്ധതിയിലൂടെ ഗുണം ലഭിക്കും. അതുപോലെ 10 ലക്ഷം കർഷകർക്ക് പരോക്ഷമായിട്ടും ഗുണം ലഭിക്കും. അപ്പം ഇത് കാരണം കേന്ദ്ര സർക്കാരും ലോകബാങ്കും അംഗീകരിച്ചിട്ടും പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ തർക്കം കാരണമായിരുന്നു കൂടുതലായിട്ടും ഈ പദ്ധതി കാരണമായിരുന്നു കേന്ദ്ര സർക്കാരിന് ലോകബാങ്കും അംഗീകരിച്ചിട്ടും പദ്ധതി തുടങ്ങാൻ കഴിയാതിരുന്ന ഈ തർക്കം കാരണമായിരുന്നു. അപ്പോൾ പദ്ധതിയുടെ ഡയറക്ടർ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോകനാണ്. അപ്പോൾ ഓരോ IASകാരനെ ജോയിൻറ്റ് അഡീഷണൽ പ്രൊജക്റ്റും ഡയറക്ടറാക്കി മാറ്റി. 5 KSകാർ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ തസ്തികയിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ് എല്ലാ തസ്തികയിലും നിയമനം. 2029 മാർച്ച് വരെയാണ് പദ്ധതിയുടെ കാലാവധി. അപ്പോൾ 2029 മാർച്ച് വരെ ആയിരിക്കും ഈ പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം പൊതുഭരണം, ധനം, കൃഷി, വ്യവസായം, IT, പ്ലാന്റേഷൻ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റും കോട്ടയം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ റീജിയണൽ യൂണിയനുകളും നിലവിൽ വരും. കാർഷിക സർവകലാശാലയും കിൻഫ്രയും സ്റ്റാർട്ടപ്പ് മിഷനും നിർവഹിക്കുന്ന ഏജൻസികളാണ്. അപ്പോൾ എന്താണെങ്കിലും അത് കർഷകർക്ക് എന്താണെങ്കിലും ഗുണം ചെയ്യുന്നവർ 10 ലക്ഷം കർഷകർക്കാണ് അതിൻ്റെ ഗുണം നേരിട്ട് ലഭിക്കുന്നത്. 5 ലക്ഷം കർഷകർക്ക് നേരിട്ട് ഗുണം ലഭിക്കും, 10 ലക്ഷം കർഷകർക്ക് പരോക്ഷമായിട്ടും ഗുണം ലഭിക്കും. പിന്നെ തിരിച്ചടവിന് 30 വർഷം, അതായത് ലോകബാങ്ക് വായ്പ 23.5 വർഷം തിരിച്ചടവ് കാലാവധിയും 6 വർഷം മൊറട്ടോറിയവുമുണ്ട്. സംസ്ഥാന വിഹിതമായി 709.65 കോടി നബാർഡ് നൽകും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടും IT സഹായത്തോടെയും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷിരീതികൾ ഒരുക്കിയും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതാണ് പദ്ധതി. ഓക്കെ. അപ്പം IT സഹായത്തോടെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷിരീതികളൊക്കെ കാർഷിക മേഖലയിൽ സംരക്ഷിക്കുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും കർഷകർക്കൊരു അവരാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർഷകർക്ക് കിട്ടുന്നത് ഒരു ദിവസം 27 രൂപയാണ് വരുമാനം എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും കർഷകർക്കൊരു അവരിത്രയും നമ്മളെ രാജ്യത്താണ് എല്ലാവരെയും ആഹാരം തരുന്ന അവരാണ്. അപ്പോൾ അവർ പട്ടിണി കിടക്കുന്നത് നമുക്ക് തന്നെയാണ്. എല്ലാത്തിനും വില കൂടുതലായി. അതെ, വില കൂടുതലായി. പക്ഷെ വിപണിയിൽ എത്തിച്ച ശേഷമാണ് വില കൂടുന്നത്. പക്ഷെ കർഷകർക്ക് അവർക്ക് അതിന്റെ ലാഭം കിട്ടുന്നില്ല. അതാണ് വളരെ കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ കർഷകർ കാലാവസ്ഥ കൊണ്ടൊക്കെ അതിന്റെ വിളവെടുക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ മഴയ്ക്കാണെങ്കിലും ഒരുപാട് നാശനഷ്ടങ്ങൾ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അതിജീവിക്കാനുള്ള പദ്ധതിയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും കർഷകർക്ക് കഷ്ടപ്പെട്ട് ഇപ്പോൾ കർഷകർ കൃഷി ചെയ്ത് വന്ന് വിളവെടുക്കുന്ന സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായിട്ട് മാറും. മുഴുവൻ അവിടെ നശിക്കുക. പിന്നെ അവർ ചെയ്ത കൃഷിയുടെ ഉൽപ്പന്നങ്ങൾക്കൊന്നും അവർക്ക് ലാഭം കിട്ടുന്നില്ല. അവർക്ക് അതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാകുന്നില്ല. അപ്പം അതൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ എന്താണെങ്കിലും കർഷകർക്ക് ഒരു അധ്വാനിക്കുന്നതിന്റെ അതനുസരിച്ച് പ്രതിഫലം അവർക്ക് കിട്ടണം. പിന്നെ ഇതുപോലുള്ള വായ്പകളും ഒക്കെ ലോകബാങ്ക് കൊടുക്കാൻ നേരത്ത് അതനുസരിച്ച് അതിൽ പിന്നെ ഒരു എന്താ പിന്നെ അതിനകത്ത് ഇല്ല കാണിക്കത്തിൽ അല്ലെങ്കിൽ അധികൃതര്
ഇല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. പെൻഷന്റെ കാര്യം വന്ന പോലെ അതെ. അപ്പോൾ അവകാശപ്പെട്ടവർക്ക് കിട്ടുന്നില്ല അല്ലേ? അതെ, അവകാശപ്പെട്ടവർക്ക് എത്രയാ ആയിരക്കണക്കിന് ആൾക്കാരാണ് അനധികൃതമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നത്. അപ്പോൾ എന്താണേലും കർഷകർക്കുള്ളൊരു നല്ലൊരു അവസരമാണ്. അതെന്താണേലും നല്ല രീതിയിൽ തന്നെ പോട്ടെ അല്ലേ? അതെ.